ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ലേൺ ടു ലീഡ്. നമ്മൾ ഈ ചാനൽ ഫോക്കസ് ചെയ്യുന്നത് ബോത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് നമ്മളിവിടെ തിയററ്റിക്കൽ സബ്ജക്റ്റും മാത്തമാറ്റിക്കൽ സബ്ജക്റ്റും നോക്കുന്നുണ്ട്. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ യൂജിന്റെ സിലബസ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മൊത്തത്തിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ നമ്പർ 1 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. മൊഡ്യൂൾ 1-ൽ 4 യൂണിറ്റ്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ യൂണിറ്റ് 1 ആയ കോൺസെപ്റ്റ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ ആൻഡ് മെത്തേഡ് ഓഫ് കളക്ഷൻസ്, ഈ ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ഡാറ്റ എന്ന് നോക്കാം. സോ ഡാറ്റ ഈസ് എ റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയലിനെ പറയുന്ന പേരാണ് ഡേറ്റ എന്ന് പറയുന്നത്. ആ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു മെഷർമെൻറ്റിനെയോ അല്ലെങ്കിൽ കളക്ഷൻസ് ഓഫ് സാമ്പിളിൽ നിന്നെടുത്ത മെഷർമെൻറ്റിനെയോ അല്ലെങ്കിൽ ആ സാമ്പിൾസിൻ്റെ ഒബ്സർവേഷൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ടാണ് നമ്മൾ ഏത് ഷോ ചെയ്യുന്നത്, ഡാറ്റ എന്നത് ഷോ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, ടെസ്റ്റ് സ്കോർ ഒക്കെയാണ് ഈ ഡാറ്റയുടെ എക്സാമ്പിളായിട്ട് വരുന്നത്. ആൻഡ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഡാറ്റനെ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി ഡാറ്റ, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ. ഈ ഡാറ്റാസ് നമ്മൾ 2ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, ആ ഡാറ്റൻ്റെ സോഴ്സ് എങ്ങനെയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡാറ്റനെ 2ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡാറ്റനെ 2ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പ്രൈമറിയും അതുപോലെ തന്നെ സെക്കൻഡറിയും. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റനെ എങ്ങനെ കളക്ട് ചെയ്തു, സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ 2ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ആ 2ആക്കി ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണ്, മെത്തേഡ് ഓഫ് കളക്ഷൻ എങ്ങനെയായിരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. സോ മെത്തേഡ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്നത് ഇസ് റെഫേഴ്സ് ടു ടെക്നിക് ഓർ പ്രോസസ് യൂസ്ഡ് ടു ഗ്യാദർ ഡാറ്റ ഫ്രോം അനാലിസിസ്. ഒരു അനാലിസിസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റനെ എങ്ങനെ കളക്ട് ചെയ്യുന്നുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ദ മെത്തേഡ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ഡാറ്റനെ കളക്ട് ചെയ്യുന്നത് അതിന് മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓരോ റിസർച്ചിൻ്റെയും അല്ലെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് വേണ്ടത് ആ ഡാറ്റൻ്റെയും ആ റിസർച്ചിൻ്റെയും നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡാറ്റാസിനെ 2 ടൈപ്പ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഡാറ്റ കളക്ഷൻ്റെ മെത്തേഡ്സിൻ്റെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ 2 ടൈപ്സ് ആണുള്ളത്. പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആൻഡ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്. നമ്മൾ ഇനിയുള്ള നെക്സ്റ്റ് സ്ലൈഡ്സിൽ നോക്കാൻ പോകുന്നത് എന്താണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്, എന്താണ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്. ഈ ഡാറ്റ കളക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഡാറ്റനെ ഡയറക്റ്റ് ആയിട്ട് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ 5 മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ഓരോ മെത്തേഡ്സും എന്താണെന്നാണ് 1 by 1 ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ മെത്തേഡ് നമ്പർ 1, ഒബ്സർവേഷൻ. ഇത് ഡയറക്റ്റ്ലി ഒബ്സർവിങ് സബ്ജക്റ്റ് ഓർ ഇവൻറ്റ്സ് ഇൻ ദി നാച്ചുറൽ സെറ്റിങ്സ്. നമ്മൾ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന മുന്നേ ആയിട്ട് നമ്മുടെ സബ്ജക്റ്റ് എന്താണോ അതിനെ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യലാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് മെത്തേഡാണ് സർവേസ് ആൻഡ് ക്വസ്റ്റനറീസ് അല്ലെങ്കിൽ സർവേസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫോമിലാണോ ഡാറ്റ വേണ്ടത് ആ ഫോമിലുള്ള ഡാറ്റനെ ഇൻ്റർവ്യൂ വെച്ചിട്ട് സ്പെസിഫിക് ക്വസ്റ്റ്യൻ്റെ ഇൻ്റർവ്യൂ വെച്ചിട്ട് ഡാറ്റാസിനെ കളക്ട് ചെയ്യലാണ് സർവേസ് ആൻഡ് ക്വസ്റ്റനറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തേർഡ് മെത്തേഡാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കോൺവെർസേഷനാണ്. നമുക്ക് എവിടെ നിന്നാണോ ഡാറ്റ കിട്ടേണ്ടത് അതിനെ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ വിർച്വലി കോൺവെർസേഷൻ ചെയ്ത് ഡാറ്റനെ കളക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഫോർത്ത് മെത്തേഡാണ് എക്സ്പെരിമെൻറ്റ്, കണ്ടക്ടിങ് കൺട്രോൾഡ് ടെസ്റ്റ് ടു സ്റ്റഡി കോസ് ആൻഡ് എഫക്റ്റീവ് റിലേഷൻഷിപ്പ്. ഇതാണ് ഫോർത്ത് മെത്തേഡ്. ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡാണ് ഫോക്കസ് ഗ്രൂപ്പ്, കളക്ടിങ് ഡാറ്റ ത്രൂ ഡിസ്കഷൻ വിത്ത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. നമുക്ക് ഏത് പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡാറ്റ വേണ്ടത് ആ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ചെയ്തിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യലാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മൾ ഏതാണ് സോഴ്സ് ആ സോഴ്സിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്. ഈ മെത്തേഡിൽ വരുന്ന 5 സ്റ്റെപ്സാണ് ഒബ്സർവേഷൻ,
സർവേസ് ആൻഡ് ക്വസ്റ്റ്യനറീസ്, ഇൻ്റർവ്യൂസ്, എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്. ഇറ്റ് ഇൻവോൾവ്സ് ഗ്യാതറിംഗ് പ്രീ എക്സിസ്റ്റിംഗ് ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സസ്. നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമ്മൾ ഡാറ്റനെ, നമുക്ക് വേണ്ടിയുള്ള ഡാറ്റനെ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്. നമ്മൾ ഓൾറെഡി ഒഫീഷ്യൽ റെക്കോർഡിലോ അല്ലെങ്കിൽ റിപ്പോർട്ട്സിലോ ഡാറ്റനെ ഗ്യാദർ ചെയ്യുന്ന പരിപാടിയാണ് ഫസ്റ്റ് മെത്തേഡിൽ പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ലിറ്ററേച്ചർ റിവ്യൂ. നമുക്ക് ഏത് ടോപ്പിക്കിൻ്റെ ഡാറ്റയാണ് വേണ്ടത്, ആ ഡാറ്റ റിലേറ്റ് ചെയ്തിട്ടുള്ള പബ്ലിക്കേഷൻസോ റിസർച്ചോ ആ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡാറ്റനെ ഗ്യാദർ ചെയ്യുന്ന പ്രോസസ്സാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് ഓൺലൈൻ ഡാറ്റാബേസ്, ആക്സസിങ് ഡാറ്റ ഫ്രം ഡിജിറ്റൽ റെപ്പോസിറ്ററീസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാബേസ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഡാറ്റാബേസ് ഉണ്ടാകും. ആ ഡാറ്റാബേസിന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ റെപ്പോസിറ്ററീസിൽ നിന്നൊക്കെ ഡാറ്റനെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന പരിപാടിയാണ് ഓൺലൈൻ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ആണ് മീഡിയ സോഴ്സസ്, കളക്ടിങ് ദ ഇൻഫർമേഷൻസ് ഫ്രം ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ് ആൻഡ് ന്യൂസ് വെബ്സൈറ്റ്സ്. ആൻഡ് ഫോർത്ത് വൺ ആണ് ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ സെറ്റ് ഉണ്ടാകും, വലിയ ഡാറ്റ സെറ്റ് ഉണ്ടാകും. ആ വലിയ ഡാറ്റ സെറ്റിൽ നിന്ന് നമ്മുടെ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അനലൈസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റനെ മാത്രം ചൂസ് ചെയ്ത് എടുത്തിട്ട് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ നോക്കിയത് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡിൽ 5 മെത്തേഡാണ് വരുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഡോക്യുമെൻ്റ് ആൻഡ് റെക്കോർഡ്, സെക്കൻഡ് മെത്തേഡ് ലിറ്ററേച്ചർ റിവ്യൂ, തേർഡ് ഓൺലൈൻ ഡാറ്റാബേസ്, ഫോർത്ത് മീഡിയ സോഴ്സസ് ആൻഡ് ഫിഫ്ത്ത് വൺ ബിഗ് ഡാറ്റ. ഈ 5 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. നമ്മളിപ്പോൾ ലാസ്റ്റായി നോക്കിയത് എന്താണ് ഡാറ്റ എന്നും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റനെ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, ആ മെത്തേഡ്സിൽ വരുന്ന സബ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2 ടൈപ്പ് ഓഫ് ഡാറ്റയുണ്ട്. ആ 2 ടൈപ്പ് ഓഫ് ഡാറ്റ ഏതൊക്കെയെന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് ഒരു റിസർച്ചർ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രൈമറി ഡാറ്റ ആയിട്ട് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒറിജിനൽ ഡാറ്റ ആയിരിക്കും. ഫസ്റ്റ് ടൈം കിട്ടുന്ന, നമ്മൾ എവിടെ നിന്നും കളക്ട് ചെയ്യാതെ നമ്മൾ റിസർച്ചർ അനാലിസിസിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സർവേസിന്, ഇൻ്റർവ്യൂസിന്, റിസർച്ചിന്, എക്സ്പെരിമെൻറ്റിനൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ഏത്, പ്രൈമറി ഡാറ്റ. ഇനി നമ്മൾ പ്രൈമറി ഡാറ്റയുടെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഹൈ റെലവൻസ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ഏത് ഡാറ്റ എന്ന് പറയുന്നത്, പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഗ്രേറ്റർ കൺട്രോൾ ഓവർ ദ ഡാറ്റ കളക്ഷൻ മെത്തേഡ്. നെക്സ്റ്റ് വൺ ആണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൈമറി ഡാറ്റ. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാവ് എ ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ് ടു കളക്ട് ഡാറ്റ. നമുക്കൊരു ഡാറ്റനെ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ഏതിന് ആവശ്യമായിട്ടുണ്ട്, ഈ പ്രൈമറി ഡാറ്റയ്ക്ക് ആവശ്യമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ഒരു എന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് ആവശ്യമായിട്ടുണ്ട്. കാരണം നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അക്യുറസി, നമ്മുടെ കളക്ട് ചെയ്ത ഡാറ്റയ്ക്ക് അക്യുറസി ഉണ്ട് അല്ലെങ്കിൽ വാലിഡ് ആണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് വേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെയാണ് ഡിസഡ്വാൻറ്റേജിൽ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ നോക്കിയത് എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് നോക്കി. നമ്മളെ സോഴ്സിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ത്രൂ സർവീസ്, ക്വസ്റ്റ്യനറീസ്, ഇൻ്റർവ്യൂസ്, ഇത് നമുക്ക് കളക്ട് ചെയ്യുന്ന ഡാറ്റാസിനെ പറയുന്ന പേരാണ് പ്രൈമറി ഡാറ്റ എന്നുള്ളത് നോക്കി. ഇനി നമ്മളതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കി, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് നോക്കി. ഇനി നോക്കാൻ പോകുന്നതാണ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് വേണ്ട ഡാറ്റനെ ഗ്യാദർ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ ഇൻഫർമേഷൻ ഫ്രം ബുക്സ്, ജേർണൽസ്, ആർട്ടിക്കിൾസ്, റിപ്പോർട്ട്സ്, ഇതൊക്കെയാണ് ഏതെന്ന് വരുന്നത്, എക്സാമ്പിളായിട്ട് വരുന്നത്. സെക്കൻഡറി ഡാറ്റൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഏതൊക്കെ, ബുക്സ് എന്നുള്ള ഇൻഫർമേഷൻ, ജേർണൽസ് എന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്നുള്ള ഇൻഫർമേഷൻ. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്, സെക്കൻഡറി ഡാറ്റൻ്റെ എക്സാമ്പിളാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈമിനെ സേവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്നാണ് നമുക്ക് വേണ്ട ഡാറ്റാസിന് എടുക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈമിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും.
നമുക്കതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ആവശ്യമില്ല, ഡാറ്റനെ കളക്ട് ചെയ്യാനായിട്ട് ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ സെക്കൻഡറി ഡാറ്റയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നിന്നാണ് നമ്മൾ ഡാറ്റനെ ഗെയ്തർ ചെയ്യുന്നത്. ആ ടൈമിൽ ഇൻ കേസ് നമ്മൾ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഡിഫറെൻറ്റ് ഫോക്കസിലായിരിക്കും, വേറെ ഒരു കാര്യത്തിലായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു കേസിൽ നമ്മൾ ആ ഡാറ്റനെ നമ്മുടെ അനാലിസിസിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ ആ എൻറ്റയർലി പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻ കേസ് ചിലപ്പോൾ റോങ് ആയി മാറിയേക്കാം. സോ അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ നമ്മളിപ്പോൾ നോക്കിയത് എന്താണ് സെക്കൻഡറി ഡാറ്റ നോക്കി, ആ സെക്കൻഡറി ഡാറ്റേൻ്റെ അഡ്വാൻറ്റേജ് എന്താ നോക്കിയിരിക്കുന്നു, ആൻഡ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കി. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇന്ന് നോക്കിയത് നമ്മൾ എന്താണ് ഡാറ്റ എന്ന് നോക്കി, എങ്ങനെ നമ്മൾ ഡാറ്റനെ കളക്ട് ചെയ്യാം. രണ്ട് രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റും, പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡും സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡും. നോക്കിയത് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയത്. അതിനുശേഷം നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റനെ കുറിച്ച് നോക്കി, ദാറ്റ് ഈസ് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ ഡൗട്ട് ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്നും കൂടി റീപ്ലേ ചെയ്ത് കേൾക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക് യു. ബൈ ബൈ.